ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കില്ലോട് കില്ല്, കൂട്ടക്കൊലപാതകം, ഒരു 1.5 പടം തന്നെ കേട്ടോ. പക്ഷെ ഭയങ്കര വിഷമം തോന്നി കേട്ടോ. തിയേറ്റർ മിസ്സായെന്ന്. OTT വന്നപ്പോഴാണ് ഞാൻ കണ്ടത്. പക്ഷെ ആ ഇത് തിയേറ്ററിൽ തന്നെ കാണാൻ. പക്ഷെ തിയേറ്ററിൽ കാണാൻ ഞാൻ പല സമയത്തും കണ്ണടച്ചിരിക്കും പരിപാടി. അതൊരു സത്യം കേട്ടോ. മനസ്സ് കുഞ്ഞു മനസ്സാ. പഞ്ചപാവം. ഞാനും പാവമായിരുന്നു പോലീസിൽ കയറുന്നതിന് മുൻപ്. പിന്നെ നമ്മൾ പലതും കാണുമ്പോൾ നമ്മളിങ്ങനെ ഇതായി പോന്നാണ്. അങ്ങനത്തെ സംഭവങ്ങൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഞാൻ ഞെട്ടിപ്പോ. ഇന്നലെ രായം കണ്ടപ്പോഴാണെങ്കിൽ പോലും പല സമയത്തും നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് മാറിപ്പോവും. അങ്ങനത്തെ കുറെ ഐറ്റംസ് ഉണ്ടായിരുന്നു. അതിന്റെ അപ്പുറമാണ് അപ്പൊ ഇത് തിയേറ്ററിലായിരുന്നെങ്കിൽ ഞാൻ ഇതിന് തന്നെ സമയം ഉണ്ടാവുള്ളൂ. ഒന്നും തോന്നിയല്ല, ഭീകര സാധനമായിട്ടാ ഫീൽ ചെയ്തത്. അതൊരു സത്യം കേട്ടോ. ഇത് വെച്ച് നോക്കുമ്പോ ഒന്നുമല്ല. എന്തായാലും കില്ല് സിനിമ ഇതുവരെ ഇന്ത്യയിൽ വന്ന ഏറ്റവും ഭീകരമായിട്ടുള്ള ആക്ഷൻ രംഗങ്ങളുള്ള ബ്രൂട്ടലായിട്ടുള്ള വയലൻസിന്റെ ഏറും തല്ലും. അതെ, ഏറും തല്ലും തന്നെ തല്ലും ഏറും എന്തുവേണമെങ്കിലും പറയാം. അമ്മാതിയായിട്ടാണ്. എന്തായാലും ഇതിന്റെ ഒരു ട്രോൾ വീഡിയോ ഉണ്ട്, നമ്മുടെ PK ട്രോൾ ചെയ്തത്. കാണാം. ഓക്കെ, ഫ്ലാഷ് ബാക്ക്. മക്കൾ ഇടിയുണ്ടോ? നല്ല ചങ്ക് പൊളിക്കണടി. വാടാ, കളത്തിലൊന്നും ഇറങ്ങണ്ട, ബാൽക്കണി ഇരുന്നെങ്കിൽ കണ്ടാ മതി. കൽക്കി തിയേറ്ററിലേക്ക് മുന്നേറുന്നതിനിടയിൽ ഒരു പുതുമുഖ നടന്ന ചിത്രം തിയേറ്ററിൽ എത്തിയിട്ടുണ്ടെന്നും അടിയോടടിയാണ് ചിത്രമെന്നും ഹിന്ദി അറിയാത്തവരോട് അടിക്കെന്ത് ഭാഷയെന്നും മറിച്ച് ചോദിച്ചും സിനിമാ പ്രേമികൾ തിയേറ്ററിലേക്ക് വെച്ചു പിടിച്ചു. നമ്മൾ എന്ത് വിശ്വസിക്കുന്നു, എന്ത് കാണാൻ ആഗ്രഹിക്കുന്നു, അത് നമ്മളെ ഫുൾഫിൽ ചെയ്തിട്ട് ആ തിയേറ്ററിൽ നമുക്ക് ഇറങ്ങാൻ പറ്റൂ. ആ പടം നമുക്കത് തരും എന്ന വിശ്വാസം എനിക്കുണ്ട്. കിൽ. അങ്ങനെ സൈലന്റ് ആയി വന്ന് സ്ക്രീനിൽ ചോരപ്പുഴ ഒഴുക്കി. ഇന്ത്യ പാക് യുദ്ധം പോലെ ഇങ്ങനൊരു ഏറ്റുമുട്ടൽ ഞാൻ കാണുന്ന നടാനെ. ബോളിവുഡിലെ ഏറ്റവും വയലൻസ് ഉള്ള ചിത്രം എന്ന ഖ്യാതിക്കിൽ നേടുകയും ചെയ്തു. ഇതൊന്ന് കാണാൻ പറ്റിയില്ല പഠിച്ചോനെ. അതിലെങ്ങനെ എന്തെങ്കിലും എനിക്ക് ഒന്ന് വിവരം തരുമോ? കുട്ടികൃഷ്ണ എന്തേ? എടോ, തന്നോട് ഞാൻ 16 പ്രാവശ്യം നല്ല പടമാണ്, ധൈര്യമായി കേറി കണ്ടോ എന്ന് പറഞ്ഞതല്ലേ. കില്ല് എന്ന ഈ പടം ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ആക്ഷൻ മൂവി ഐ ഹാവ് സീൻ അറൌണ്ട് ദി ഗ്ലോബ്. ഇന്ത്യൻ പടത്തിൽ നിന്നല്ല, മൊത്തത്തിലുള്ള ഇൻ ദി വേൾഡ് വൺ ഓഫ് ദി ഫൈനസ്റ്റ് ആക്ഷൻ ബ്രൂട്ടൽ ആക്ഷൻ മൂവി കില്ല് എന്നാണല്ലോ സിനിമയുടെ പേര്. പേര് ഇതായില്ല, നല്ലോണം ഇങ്ങോട്ട് കിട്ടുന്നുണ്ട്, അതിന്റെ ഇരട്ടിക്ക് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുത്തി കീറല്, തീപിടുത്തം, പരിപാടി ആ ടൈപ്പ് സാധനമാണ്. ഒരബദ്ധം പറ്റിപ്പോയി, ഇനി ഉണ്ടാവില്ല. തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കെ തന്നെ ചിത്രം OTT-യിലും എത്തി. മതി, എനിക്കിപ്പോ അവരെ കാണണം, എനിക്ക് അവരോട് പ്രതികാരം ചെയ്യണം. പുറപ്പെട്. അടിയാ നടക്കാൻ പോകുന്നു. മെമ്പർ പറഞ്ഞില്ല എന്ന് വേണ്ട. ഇപ്പോഴും എന്റെ ഞെട്ടല് മാറിയിട്ടില്ല വൈദ്യരെ. എന്താ പറയേണ്ടത്? നമ്മളതിങ്ങനെ കണ്ടു കേട്ട് അതിന്റെ ആ ഒരു ഇതിപ്പോഴും വിട്ടുമാറുന്നില്ല. ഭയങ്കരമാണോ ഭയങ്കരം. കിൽ വാർത്താ തലക്കെട്ടുകളിൽ ഇടം പിടിച്ചതിന്റെ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? എന്താ വെച്ചാ പറയടാ. ഇന്ത്യയിൽ ഇറങ്ങിയ ഏറ്റവും മികച്ച ആക്ഷൻ സിനിമ, ശരിക്കും ചോരക്കളി കൊണ്ട് റെഡ് സർട്ടിഫിക്കറ്റ്. ചിത്രത്തിന്റെ ഹോളിവുഡ് റീമേക്ക് റൈറ്റ്സ് വാങ്ങിച്ചത് ജോൺ വിക്ക് എന്ന വിക്കാൽ ചിത്രത്തിന്റെ സൃഷ്ടാക്കൾ. കറക്കം ഔട്ട് ഓഫ് സ്റ്റേറ്റ് വിട്ട് ഔട്ട് ഓഫ് നേഷൻ വരെ എത്തി. അപ്പൊ നീ ഒരുങ്ങി തന്നെ ഇറങ്ങിയിരിക്കുകയാണല്ലേ. ടൊറന്റോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലാണ് കിൽ ആദ്യമായി പ്രീമിയർ ചെയ്തത്. കൽക്കി തിയേറ്ററിൽ തിളങ്ങുമ്പോഴും ഹിറ്റ് അടിച്ച ചിത്രം. ഒരു പുതുമുഖ നടന്റെ അസാധ്യ പ്രകടനം. അങ്ങനെ പേരുകൾ ഒരുപാടുണ്ട്. ഈ പടത്തിന്റെ ഡയറക്ടർ അവന്റെ പേരെടുത്ത് പറഞ്ഞ പറ്റുള്ളത് നിഖിൽ നാഗേഷ് ഭട്ട്. സാറേ, നിങ്ങൾ വിട്ട് കളയരുത്. ഇങ്ങനെ ചേർത്ത് പിടിച്ചു.
ലക്ഷത്തിൽ ഒന്നേ കാണും ഇതുപോലൊരു ഐറ്റം. ചിത്രം കണ്ടവർക്ക് പറയാനുണ്ടായിരുന്ന കാര്യം നായകനെ എത്തിയ ആളെ കുറിച്ചായിരുന്നു. സാധാരണ ബോളിവുഡ് നടന്മാരെ പോലെ തന്നെയുള്ള താരശൈലി തന്നെയാണെങ്കിലും മെയ്വഴക്കമുള്ള ആക്ഷൻ നായകനെ അനുസ്മരിപ്പിക്കുന്നുണ്ടായിരുന്നു. അറിയാനിട്ടാ അങ്ങനെ കടത്തനാടൻ അമ്പാടിയാന്നാ തോന്നുന്നേ. ഓരോ ജംഗ്ഷനിൽ എന്നാ കൊളത്തിയെ. അവൻ ഡൽഹിക്കാരനായ ലക്ഷ്യ എന്നറിയപ്പെടുന്ന ലക്ഷ് ലാൽവാനി. നീ മരണമാസാടാ, വേറെ ലെവലടാ നീ. ലക്ഷ്യ ചെയ്ത നായക കഥാപാത്രം കഴിഞ്ഞാല് ഞെട്ടിച്ചത് രാഘവ് ജ്വാല ചെയ്തിട്ടുള്ള കഥാപാത്രമാണ്. ഒരു സൈസ് സാധനം. फेस वॉश का इस्तेमाल करती हैं उनको तो हटाओ आगे से. प्रकाशित हो रहा है चेहरा, देखो तो जरा. एक्सक्यूज मी अंकल, पीछे. അന്യായ മുതൽ, അതായത് ഒരു ചൊറിയ സാധനം, അതോടൊപ്പം നമുക്ക് അത്ര ഇറിറ്റേഷനും വെറുപ്പും ഉണ്ടാകുന്ന ഒരു വൃത്തികെട്ട കഥാപാത്രം. नाम क्या था उनका? എന്റെ കയ്യിൽ നിന്ന് വന്നിട്ട് बताते तो नाम आते. കൊന്നിട്ട് വന്നില്ല. बड़े पसंद सर. വീണ്ടും വീണ്ടും ജനിപ്പിക്കണം. എത്ര കൊന്നാലും ഓടിച്ചെന്ന് മുതുകത്തൊരു ചവിട്ട് കൊടുക്കാൻ അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് രാഘവ് ജ്വാല ചെയ്തിരിക്കുന്നത്. സംവിധായകൻ തന്നെ രചന നിർവഹിച്ച ചിത്രത്തിലെ കഥ എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ എത്ര ആലോചിച്ചു, അതൊരു ട്രെയിന്, ആ ട്രെയിനിന്റെ അകത്ത് 2 NST കമാൻഡോസ് കയറുകയാണ്. ഒരു കൊള്ള സംഘവും കൂടെ കയറുന്നു. ഇത് തന്നെ ബാൻഡിറ്റ്സ് മോഷ്ടിക്കാൻ വേണ്ടി കയറിയാൽ എങ്ങനെയിരിക്കും? ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പിന്നെയുള്ളത് കണ്ടു തന്നെ അറിയണം. വലിയ ബജറ്റിൽ നിർമ്മിച്ച് കോടികൾ മുടക്കി PR ചെയ്ത് ബോക്സ് ഓഫീസിൽ ദയനീയമായി പരാജയപ്പെടുന്ന ചിത്രങ്ങൾ ക്രമാതീതമായി വർദ്ധിക്കുന്ന കാഴ്ചയാണ് ബോളിവുഡിൽ നിന്നും അടുത്തിടെയായി കാണുന്നത്. നാഗേഷിനെ പോലെയുള്ള സംവിധായകരും കില്ല് പോലെയുള്ള സിനിമകളും കാലത്തിനൊപ്പം ചൂടുവെക്കാൻ പെടാപ്പാട് വിടുന്ന ഹിന്ദി സിനിമാ ലോകത്തിന് ഒരു പ്രതീക്ഷ തന്നെയാണ്. അങ്ങനെ മിടുക്കന്മാര് വരട്ടെ. ഈ നാടകം താരടൻ തറവാട്ട് സ്വത്തല്ലെന്ന് കാണിച്ചു കൊടുക്കാൻ ഇതുപോലുള്ള നവമുകുളങ്ങൾ വിരിയട്ടെ. ചിത്രം ഇന്ത്യക്ക് പുറത്ത് OTT-ൽ എത്തിയെങ്കിലും തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ബോക്സ് ഓഫീസ് വേട്ട അവസാനിപ്പിക്കാൻ ഇനിയും സമയമെടുക്കും. ഇനി നടക്കപ്പോറത് യുദ്ധം. നീ രാക്ഷസനാടാ. ഫാമിലിയിൽ ഞാൻ 4 തീർത്തുള്ളൂ. എന്റെ 40 തീർന്നു പറഞ്ഞ നിനക്ക് എന്ത് പ്രോട്ടോകോൾ ഉള്ളത്? എനിക്ക് മറ്റേതാ ഇഷ്ടപ്പെട്ടത്. ഓടിച്ചെന്നെ മുതുകിനൊരു ചവിട്ട് കൊടുക്കുന്നത്. സത്യം, ആ ഫീല് വന്നപ്പോ അതേപോലെ കറക്റ്റ് സാധനം അവിടുത്തെ. അത് അവൻ മനസ്സിലാക്കേണ്ട സാധനം അതാണ്. ഒരാൾക്കല്ല, അത് കാണുന്നവർക്ക് എല്ലാവർക്കും ഒരേ ഫീൽ തന്നെയാണ് അത് തന്നിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാവേണ്ടത്. എന്തൊരു സാധനമാണ് അയാള്. വില്ലന്റെ കൊലപാതകം മാത്രം നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടൂല. അതിന് കാരണം എന്താ, ആള് ജയിച്ചാണോ തോറ്റതെന്ന് തോന്നും. അതാണ് തീർക്കണം വീണ്ടും വീണ്ടും. ഒന്നും കൂടി ഇത്തിരി വെള്ളം കൊടുത്ത് എണീപ്പിച്ചിട്ട് പിന്നെ ഒന്നുകൂടി കൊല്ലണം. ശരിക്കും എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, ആളെ അങ്ങോട്ട് കൊണ്ടുപോകണം. എന്നിട്ട് ഇയാളെ കൊല്ലോനാക്കുക. എന്നിട്ട് വീണ്ടും മരുന്നൊക്കെ കൊടുത്ത് ഉഷാറാക്കി വീണ്ടും ഇതേപോലെ തന്നെ. എന്നിട്ട് ആ ജീവിതം മൊത്തം അതിനോട്ട് നിൽക്കണം. നല്ല ആശയ. എന്താണെങ്കിലും സംഭവം ഒരു രക്ഷയില്ലാത്ത സിനിമയായിരുന്നു. എനിക്ക് ഭയങ്കര വിഷമം തോന്നി സംഭവം ഇത് തിയേറ്ററിൽ നിന്ന് മിസ് ചെയ്തതിന് കേട്ടോ. അതെ, തിയേറ്ററിൽ മിസ് ചെയ്ത ആൾക്കാർക്കൊക്കെ ഇത് ഭയങ്കര വിഷമമായിട്ടുണ്ടാവും. കാരണം അത്രയ്ക്കും കിട്ടില്ല പടം. എന്തായാലും ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ OTT-ലുണ്ട്, എല്ലാവരും പോയി കാണാം. എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.